നമ്മളിനി വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ വർക്ക് ഏരിയയിൽ 2 സ്ലാബുകളുണ്ട്. അതിൽ നമുക്ക് 2 പവർ പോയിൻ്റ് ഉണ്ട്. ഫ്രിഡ്ജ് വെക്കാനും അതുപോലെ ഗ്രൈൻഡർ വെക്കാനൊക്കെയുള്ള പവർ പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഗ്രൈൻഡർ അതിലെ മാവ് അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ഇഡ്ഡലിയാണോ ദോശയാണോ നമുക്കറിയില്ല, എന്തായാലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത കാര്യത്തിൽ കിടക്കാം. അപ്പോൾ താഴെയായിട്ട് റാക്കുകളുണ്ട്. റാക്ക് മീൻസ് ഷെൽഫുകളുണ്ട്. നമുക്ക് പാത്രങ്ങളും സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫുകളുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകാനുള്ള സിങ്ക് ഏരിയയാണ്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ വള്ളിപ്പടർപ്പുകൾ പടർന്ന് പന്തലിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കോമൺ ടോയ്ലറ്റാണത്. അതിനോട് ചേർന്ന് തന്നെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ അവിടെ വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. മുകളിലായിട്ട് റൂഫ് ചെയ്തിരിക്കുന്നത് ടിൻ ഷീറ്റ് കൊണ്ടാണ്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഈ കിണറിലെ വെള്ളമാണ്. കാരണം നിറയെ വെള്ളമുള്ളൊരു കിണറാണ് ഇത്. വറ്റില്ല.